അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു അറേബ്യൻ പ്രണയകഥ. ഇത് ഒരു അതിമനോഹരമായ പ്രണയകഥയാണ്. എല്ലാ പ്രണയകഥകളെയും പോലെ തന്നെ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും തകരാത്ത പ്രണയത്തിൻ്റെ കഥ. പക്ഷേ പ്രണയം എന്നാൽ വിവാഹത്തിന് മുമ്പ് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണെന്നും പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടെത്തുന്നതോടുകൂടെ കഥയുടെ ക്ലൈമാക്സ് ആകുന്നു എന്നുമുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നതെങ്കിൽ അത് ആദ്യമേ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊള്ളുക. കാരണം ഈ പ്രണയകഥയുടെ ക്ലൈമാക്സ് അല്ല വിവാഹം, മറിച്ച് വിവാഹം ഇതിൻ്റെ തുടക്കമാണ്. നബിയുടെയും ഖദീജയുടെയും പുത്രി സൈനബും ഖദീജയുടെ അനന്തരവൻ അബുൽ ആസും തമ്മിലുള്ള ഒരു അതിമനോഹരമായ പ്രണയകഥ, ഒരു അറേബ്യൻ പ്രണയകഥ. ഈ കഥ തുടങ്ങുന്നത് മുഹമ്മദ് നബിയാകുന്നതിന് മുമ്പാണ്. അൽ അമീൻ്റെ സൗന്ദര്യവും പുഞ്ചിരിയും ആവോളം പകർന്നു കിട്ടിയ തൻ്റെ അമ്മായിയുടെ മകൾ കൂടിയായ സൈനബിനെ അബുൽ ആസ് ആദ്യം മുതൽ ഇഷ്ടപ്പെട്ടിരുന്നുവോ, അതോ മക്ക മുഴുവൻ ബഹുമാനത്തോടെ മാത്രം കണ്ടിരുന്ന അൽ അമീൻ്റെ മകള് എന്ന കാരണമോ എന്താണെന്നറിയില്ല. എന്തായാലും അബുൽ ആസ് ആണ് അൽ അമീനോട് അങ്ങോട്ട് പോയി മകളെ ആലോചിച്ചത്. അദ്ദേഹം സൗമ്യമായി പുഞ്ചിരിച്ചു. ഖുറൈശി ഗോത്രത്തിലെ അറിയപ്പെടുന്ന കുടുംബത്തിൽ പിറന്ന ഈ യുവ കോമളനെ ആരാണ് മരുമകനായി ആഗ്രഹിക്കാത്തത്? ഞാൻ അവളോട് കൂടെ ഒന്ന് ചോദിക്കട്ടെ. അദ്ദേഹം സൈനബിനോട് കാര്യം അവതരിപ്പിച്ചു. സുന്ദരമായ ആ വെളുത്ത കവിളുകൾ നാണത്താൽ ചുവന്നു തുടുത്തു. ഇടം കണ്ണിട്ടുകൊണ്ട് പിതാവിനെ നോക്കി ഒരു പുഞ്ചിരി. അതായിരുന്നു സൈനബിൻ്റെ മറുപടി. തിഹാമയെയും യത്രീബിനെയും കോരിത്തെറിപ്പിച്ച ഒരു പ്രണയകാവ്യം മരുഭൂമിയിൽ മരുപ്പച്ച പോലെ രചിക്കപ്പെടുകയായിരുന്നു അവിടെ മുതൽ. അവര് വിവാഹിതരായി. മക്കയിലെ ഓരോ പ്രണയ ജോഡികളും അസൂയയോടെ നോക്കും വിധം ഉമ്മുൽ ഖുറാവിൻ്റെ മണലാരണ്യത്തിൽ അവര് പ്രണയത്തിൻ്റെ മലർവനികൾ തീർത്തു. സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന മരുഭൂവിൻ്റെ ഗ്രീഷ്മത്തിലും പ്രണയത്തിൻ്റെ തണൽ അവർക്ക് കുളിരേകി. ആ ദാമ്പത്യ വല്ലരിയിൽ രണ്ട് കുസുമങ്ങൾ വിരിഞ്ഞു, അലിയും ഉമൈമയും. പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞത് വളരെ പെട്ടെന്നാണ്. ഒരിക്കലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടില്ലാത്ത അവരുടെ ജീവിതത്തിൽ ആദ്യമായി കരിനിഴൽ വീഴ്ത്തിയത് ഒരു വെളിച്ചമായിരുന്നു. മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിനുമിടയിൽ മറയില്ല എന്ന ആപ്തവാക്യത്തിൻ്റെ പൊതു നിയോഗമായി. ഇരുണ്ട യുഗത്തെ സുവർണം ആക്കാൻ ദൈവം ദൗത്യം ഏൽപ്പിച്ച വിമോചകന് സൈനബിൻ്റെ പിതാവാവുകയായിരുന്നു. മക്കയുടെ വിഹരതകളിൽ ജാഹിലിയത്തിൻ്റെ കരിമ്പടം പൊതിച്ചിറങ്ങുന്ന ഒരു രാത്രിയുടെ ഏതോ യാമത്തിൽ അൽ അമീന് തപസ്സിൻ്റെ ഏഴുവാനങ്ങളും പിന്നിട്ട ഏതോ ഒരു നിമിഷത്തിൽ 1000 വർണ്ണച്ചിറകുകൾ വീശി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖ വന്നിറങ്ങിയ നിമിഷം മുതൽ മക്ക അനുഭവിച്ച മാറ്റങ്ങൾ സൈനബിൻ്റെയും അബുല്ലാസിൻ്റെയും കൂടിയായിരുന്നു. ഷാമിലെ കച്ചവടം കഴിഞ്ഞു മടങ്ങിയെത്തിയ അബുല്ലാസിനെ കാത്തിരുന്നത് ആ ഞെട്ടിക്കുന്ന വാർത്തയാണ്. തൻ്റെ പ്രിയതമ തന്നോട് ആലോചിക്കുക പോലും ചെയ്യാതെ ഇസ്ലാമിനെ പുൽകിയിരിക്കുന്നു. കാലങ്ങളായി മക്ക പാലിച്ചു പോന്ന ജീവിത വ്യവസ്ഥകൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അവള് അവനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഹിറാ ഗുഹയിലെ നീരുറവ അവനിലും കുളിര് പകരുമെന്ന് കരുതിയ അവൾക്ക് ആദ്യമായി അന്ന് അവൻ്റെ കാര്യത്തിൽ കണക്ക് കൂട്ടലുകൾ പിഴച്ചു. എന്നോട് ചോദിക്കാതെ നീ എന്തിനോ ഈ തീരുമാനമെടുത്തു? സത്യമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം എടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? എനിക്കെങ്ങനെ എൻ്റെ പിതാവിൽ അവിശ്വസിക്കാൻ കഴിയും? അദ്ദേഹം അൽ അമീനും അൽ സിദ്ദീഖുമാണെന്ന് നുണ പറയാത്തവന് ആണെന്നും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മയും സഹോദരിമാരും എൻ്റെ പിതാവിൻ്റെ പിതൃവിപുത്രനാരിയും നിങ്ങളുടെ മാതുലപുത്രന് ഉസ്മാനും നിങ്ങളുടെ സുഹൃത്ത് അബൂബക്കറും എല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്താ? സൈനബിൻ്റെ ശബ്ദം ഇടറിയോ? എന്തായാലും എൻ്റെ കാര്യത്തിൽ തൻ്റെ പത്നിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിതാക്കളെയും പിതാമഹന്മാരെയും കുടുംബത്തെയും കാലങ്ങളായി മുറുകെ പിടിച്ചു പോന്ന വിശ്വാസങ്ങളെയും എല്ലാം തള്ളിപ്പറഞ്ഞവന് എന്ന് ജനം എന്നെ വിളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കവിളുകളിൽ കണ്ണീരുകൾ ചാലിട്ടൊഴുകുന്ന തൻ്റെ പ്രിയതമയെ മാറോട് ചേർത്ത് അയാൾ ഒന്നുകൂടി പറഞ്ഞു. നിന്നെയും നിന്റെ പിതാവിനെയും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഞാനൊരിക്കലും ഖുറൈശി പ്രഭുക്കന്മാർ ചെയ്യുന്ന പോലെ നിന്റെ പിതാവിനെ അധിക്ഷേപിക്കില്ല. എങ്കിലും എനിക്കെൻ്റെ വിശ്വാസങ്ങൾ വലുതാണ്. അതുപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നീ എന്നെ മനസ്സിലാക്കുക, എന്നോട് ക്ഷമിക്കുക. എന്താണ് നിങ്ങളീ പറയുന്നത്? ഞാനല്ലാതെ പിന്നാരാണ് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളോട് ക്ഷമിക്കാനുമായി ഇവിടെ ഉള്ളത്? എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ സ്നേഹത്തിന് അതൊന്നും പോറലേൽക്കുന്നില്ലല്ലോ. ഞാനെന്നും നിൻ്റെ കൂടെ ഉണ്ടാകും. ഒരു നാൾ നിങ്ങൾ സത്യത്തിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഹിറയിൽ കൊളുത്തിയ വിപ്ലവത്തിൻ്റെ തീനാളം ഗോത്രമേൽക്കോയ്മയുടെയും പാഴ് ദൈവങ്ങൾക്ക് നേരെ ആളിക്കത്താൻ തുടങ്ങിയപ്പോൾ തങ്ങളെ അടിമകളാക്കി നിർത്തിയ ജാഹിലിയത്തിൻ്റെ കരിനിയമങ്ങൾക്കെതിരെ വിമോചനത്തിൻ്റെ മുദ്രാവാക്യം മുഴക്കി അടിയാളന്മാരെ ദൈവദൂതൻ്റെ കീഴിൽ അണിനിരക്കാൻ തുടങ്ങിയപ്പോൾ മക്ക അക്ഷരാർത്ഥത്തിൽ രണ്ട് ചേരികളാവുകയായിരുന്നു. അതിൽ പരസ്പരം എതിർപക്ഷത്ത് നിന്ന് കൊണ്ടും അഗാധമായി സ്നേഹിക്കുന്ന രണ്ട് പേര്, അബുൽ ആസും സൈനബും. 13 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പോഴാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് നിർബന്ധ പാലായനം ഹിജ്റ വരുന്നത്. സൈനബിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ജീവനേക്കാൾ തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ നിൽക്കണോ, അതോ ജീവശ്വാസത്തേക്കാൾ താൻ വിലമതിക്കുന്ന തൻ്റെ ആദർശത്തെ അനുസരിക്കണോ? താൻ അബുൽ ആസിനെ ഉപേക്ഷിച്ചാൽ തനിക്കുണ്ടാവുന്ന വിഷമത്തേക്കാൾ അബുൽ ആസിനുണ്ടാകാൻ പോകുന്ന വിരഹവേദന ആയിരുന്നു അവളെ കൂടുതൽ കുഴക്കിയത്. തൻ്റെ ഈ ധർമ്മസങ്കടം അവൾ പിതാവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. പിതാവേ, ഞാൻ ഒരിക്കലും എൻ്റെ ആദർശത്തെ കൈവെടിയില്ല. പക്ഷേ എന്നെ അബുൽ ആസിൻ്റെ കൂടെ നിൽക്കാൻ അനുവദിക്കാമോ? എനിക്കൊരു ഇളവ് നൽകാമോ? അബുൽ ആസ് ഇസ്ലാമിലേക്ക് വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നും നിയമത്തിലെ ഇളവുകൾ നിയമങ്ങളാക്കുന്ന സുന്ദര പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവിന് അല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഒരു പുഞ്ചിരിയോടെയായിരുന്നു മറുപടി. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കൂടെയും നിൽക്കാം. അങ്ങനെ അവിശ്വാസിയുടെ ഭാര്യയായി വിശ്വാസിയായ സൈനബ് മക്കയിൽ തന്നെ ജീവിച്ചു പോന്നു. അബുൽ ആസിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ അനുവാദം കിട്ടിയപ്പോൾ സൈനബിന് തിര തല്ലിയ ആനന്ദത്തിനു അതിരിയിലായിരുന്നു. പക്ഷേ വെണ്ണക്കല്ലുകളിലെ കറുത്ത കുത്തുകൾ പോലെ എന്നും അബുൽ ആസിൻ്റെ അവിശ്വാസം അവളിലൊരു നൊമ്പരമായി നിലകൊണ്ടു. അബുൽ ആസിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അവൾ ആവതും ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ അവരുടെ പ്രണയം ഒരിക്കലും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വലിയ പരീക്ഷണം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, ബദർ. ഖുർആൻ ഏടുകളിൽ നിന്നും മണ്ണിലേക്കിറങ്ങുന്നു. വിമോചനത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത പ്രത്യയശാസ്ത്രം അതിൻ്റെ പ്രഥമ ശത്രുക്കളുമായി അതിജീവനത്തിൻ്റെ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു. ബദർ യുദ്ധത്തെ പലരുടെയും കണ്ണിലൂടെ നാം നോക്കിക്കണ്ടിട്ടുണ്ട്. നബിയുടെ, അബൂബക്കറിൻ്റെ, ഉമറിൻ്റെ, അലിയുടെ, ഹംസയുടെ, ബിലാലിൻ്റെ, അബൂ ഉബൈദയുടെ, അബൂ ഹുദൈഫയുടെ, എന്തിനു ശത്രു സൈന്യാംഗങ്ങളിൽപ്പെട്ട പലരുടെയും വരെ കണ്ണുകളിലൂടെ. പക്ഷേ സൈനബിൻ്റെ കണ്ണിലൂടെ ആരെങ്കിലും ബദറിനെ നോക്കിക്കണ്ടിട്ടുണ്ടോ? രണ്ടു സൈന്യങ്ങൾ ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അതിലൊന്നിൽ തൻ്റെ പിതാവുണ്ട്, മറുസൈന്യത്തിൽ തൻ്റെ ഭർത്താവും. ഒരു പക്ഷേ അബുൽ ആസ് അന്നാദ്യമായാവാം സൈനബ് ഒരുക്കിക്കൊടുത്തല്ലാതെ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും അണിഞ്ഞ് യാത്ര ചെയ്തത്. സൈനബിൻ്റെ പ്രിയപ്പെട്ട രണ്ടു പേര് നാളെ ബദറിൽ മുഖാമുഖം ഏറ്റുമുട്ടാൻ പോകുന്നു. ബദർ രണഭൂമിയിൽ നിന്നും കാതങ്ങളകലെ മക്കയിലെ ആ വീട്ടിൽ നിന്നും തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും മാറോടണക്കി പിടിച്ചുകൊണ്ട് നബിപുത്രിയുടെ കണ്ടനാളത്തിൽ നിന്നും മാനത്തേക്കുയർന്ന നിലവിളികൾ. ദൈവമേ, ആകാശഭൂമികളുടെ നാഥ, നാളത്തെ പ്രഭാതം ആരെയാണ് അനാഥയാക്കാൻ പോകുന്നത്? എന്നെയോ എൻ്റെ മക്കളെയോ? കാലത്തിൻ്റെ അനിവാര്യത തന്നെയായിരുന്നു അത്. ചരിത്രത്തിൽ ഇതിനു മുമ്പും എത്രയോ വമ്പന്മാർ, എത്രയോ ഉന്നതന്മാർ എന്ന് അവകാശപ്പെട്ടവർ ഈ വിധം നിലം പതിച്ചിട്ടുണ്ട്. നമ്രൂദ്, ഫറാവ, ഹമാൻ. ഒരാൾക്ക് വേണ്ടിയും ആകാശമോ ഭൂമിയോ കണ്ണീർ വാർത്തിട്ടില്ല. മക്കയുടെ പ്രമാണിക്കൂട്ടങ്ങളുടെ നേതാവ് അബൂ ജഹൽ രണ്ട് അൻസാരി പിള്ളേരുടെ വാൾമുനയിൽ തീർന്നപ്പോൾ അവരിലേക്ക് ഒരു നാമം കൂടി എഴുതി ചേർക്കപ്പെടുക മാത്രമായിരുന്നു. നീതിയുടെ പോരാളികൾക്കായി മാലാഖമാരുടെ സൈന്യം മണ്ണിലിറങ്ങിയപ്പോൾ ബദർ ജയം മുസ്ലിങ്ങൾക്ക്. എത്രയെത്ര ചെറു സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വൻ സംഘങ്ങളെ ജയിച്ചടക്കിയത്.